കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് വീഡിയോയുടെ കാര്യം തന്നെ. നമുക്ക് വീട്ടിൽ ഊഞ്ഞാലിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 കുഴി കുഴിച്ചിട്ട് നമ്മൾ ഈ കാറ്റാടിക്കട വെച്ചാണ് ഊഞ്ഞാലിടുന്നത്. വലിയതൊന്നുമല്ല, ചെറിയ രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഏതാണ്ട് ഈ ഷെയ്ഡിൻ്റെ മണ്ടയിലിട്ട് നിൽക്കുമായിരിക്കും. അതിന് പ്രതീക്ഷയിലാണ് എല്ലാവട്ടം ഊഞ്ഞാലിടുന്നത്. നമ്മുടെ സ്വന്തം എല്ലാവരുമുള്ള കാർ പോർച്ചിൻ്റെ ഹുക്കി തന്നെയാണ്. ബട്ട് ഈ വട്ടം ഇത് കിടക്കുന്നുണ്ടും കാറ് കിടക്കുന്നുണ്ടും തന്നെ ഇടാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി കൊണ്ട് കുഴിച്ചതാണ്. രാത്രി നമ്മൾ ഈ കുഴി തീർത്തു. ഏകദേശം എൻ്റെ കൈയുടെ താഴ്ചയുണ്ട്, മുട്ടിൻ്റെ മണ്ട നിൽക്കും. ഇതിപ്പോൾ ഞാൻ കുഴിച്ചതാണ്. കുഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത്. അപ്പോൾ നമുക്ക് കാറ്റാടിക്കട 2 ഇടണം. കയറ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, കരിപ്പൊട്ടി കയറും ഇഴക്കയറും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴിച്ചിടുന്ന വീഡിയോ ഒക്കെ എടുക്കാം. ദാണ്ട കണ്ട നമ്മൾ ഇത്രയും ചെയ്ത് തീർത്തിട്ടുണ്ട്. കുഴിച്ചിട്ട് അതെല്ലാം മണ്ണിട്ട് ഉറപ്പിച്ച് സെറ്റ് ചിപ്സ് ഇട്ട് അറിയാത്ത രീതിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷെയ്ഡിൻ്റെ മണ്ട നിൽപ്പുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഇഴക്കയറിട്ടിട്ടുണ്ട്, ഇവിടെ ഇഴക്കയറിട്ടിട്ടുണ്ട്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കണ്ട് ഇവിടെ കെട്ടൽ. കാരണം ഇത് ആടിപ്പോവുകയും ചെയ്യില്ല, നമ്മൾ കെട്ടിയല്ലേ. ഇനി നമ്മളാണ്ട് ഇവിടെ വെച്ചേക്കെന്ന് വെച്ചാൽ ഊഞ്ഞാലല്ലേ, ഓവറായിട്ട് ആടുമ്പം ഇതാടി ഇളകിപ്പോവും. അതിന് സപ്പോർട്ട് 2 കൊച്ചു കാറ്റടിക്കടയുണ്ട്. അതിനി വെച്ച് കെട്ടലാണ് അടുത്ത ടാസ്ക് പിടിച്ച പരിപാടി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം 12:45 അടുപ്പിച്ചാണ്ടാവാറായി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചിലപ്പോൾ ഇത് കിട്ടിയിട്ടേ പോകത്തുള്ളൂ. അപ്പം നമ്മുടെ കഴ കുഴിച്ചിരുന്ന പരിപാടി ഏകദേശം തീർന്നു. ആദ്യം ഈ 2 സപ്പോർട്ട് മതി എന്ന് വിചാരിച്ചത് ഈ സപ്പോർട്ടും. അപ്പോൾ ഉണ്ടായ പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ അടിക്കേണ്ടി ഫ്രണ്ടിലോട്ട് അടിക്കൊണ്ടിരുന്ന സാധനം ഇങ്ങനെയും കൂടി ആടാൻ തുടങ്ങി.
മൊത്തത്തിൽ ആട്ടമായപ്പോൾ നമ്മൾ 3 സൈഡിൽ 1 2 3 സൈഡിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തു. കണ്ടോ, അവിടെയും 1 2 ഇവിടെ ഒരെണ്ണമുണ്ട്, 3 സപ്പോർട്ടായി. ഇപ്പം കുഴപ്പമില്ലാതെ സംഭവം കിടക്കുന്നുണ്ട്. ആട്ടമെല്ലാം കുറവാണ്. ഇനി നമുക്ക് ഒരു പലകയെടുത്ത് അത് ലെവലടിച്ച് കിഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് കയറിറക്കണം. അപ്പോൾ നമ്മുടെ ഊഞ്ഞാലിൻ്റെ പരിപാടി ഏകദേശം സെറ്റായി കിട്ടും. രാത്രി കൊണ്ട് ഊഞ്ഞാൽ പരിപാടി ഫുള്ള് തീർത്തിട്ടുണ്ട്. ഊഞ്ഞാലിട്ടു. നാളെ രാവിലെ വ്യക്തമായിട്ടൊരു വീഡിയോ കൂടി എടുക്കണം. കുഴപ്പമില്ല, ചെറിയ ആട്ടമൊക്കെ ഉണ്ടായേ ഉള്ളൂ. അണവല്ല കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ പരിപാടിയെല്ലാം തീർത്തു. എല്ലാ മൂട്ടിലും കുറ്റിയടിച്ച് ബലപ്പെടുത്തി. അവിടെയും കിട്ടി, ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. ആട്ടമുണ്ട്, ചെറിയൊരാട്ടം, നല്ല കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. സെറ്റ്.